ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു 25,000 ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരു കുഞ്ഞു വലിയ ഫാമിലി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ ഞാനിപ്പോൾ പറയുന്നു കേട്ടോ. എനിക്കതൊക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്കും എൻ്റെ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ 25,000 ഫാമിലി മെമ്പേഴ്സ് ആയ സ്ഥിതിക്ക് ഒരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പുതിയ കുറേ മെമ്പേഴ്സും കൂടെ ആഡ് ആയിട്ടുണ്ടല്ലോ. അപ്പം എന്നെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം യൂട്യൂബിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും ഇൻസ്റ്റാഗ്രാമിലത്തെ സ്റ്റോറിയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട, നമുക്കല്ലാതെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിച്ചോളാൻ പറഞ്ഞ്. പക്ഷേ എന്നത്തെയും പോലെ തന്നെ ഒരു 80-85% വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. സാധാരണ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് അറിയാം, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ Q&A ചെയ്യാറുണ്ട് കേട്ടോ. വെയിറ്റ് ലോസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചവർക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത്. കാരണം അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒന്നും നിൽക്കത്തില്ല, അതിന് മാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ലാതെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ആൻസർ ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു സമ്മൺ ഹു വാണ്ട്സ് ടു സ്റ്റാർട്ട് ദെയർ ഓൺ യൂട്യൂബ് ചാനൽ? അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഞാൻ എന്ത് അഡ്വൈസാണ് കൊടുക്കുകയെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഞാൻ ഒരു അഡ്വൈസും കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാനുള്ള രീതിയിലേക്കുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ആയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദേശം കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. എങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, ഫെയിം ഉണ്ടാക്കാം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമുക്ക് ആ പാഷൻ ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് നമ്മൾ പെട്ടെന്ന് മടുക്കും. കാരണം ഒരു വീഡിയോ ഇതേപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രോസസ്സുണ്ട്, ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ വല്ലാതെ അങ്ങ് മടുക്കും. കാരണം നമ്മൾക്കിപ്പോൾ സഹായിക്കാൻ ഒരാളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം എന്നെപ്പോലെ ഒറ്റയ്ക്കൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ശരിക്കും നമ്മൾ ടയേർഡായി പോകും. ഏതൊരു ജോലിക്കും ആവശ്യമുള്ള പോലെ തന്നെ അത്രയും തന്നെ എഫേർട്ടും ഹാർഡ് വർക്കും നമ്മുടേതായ രീതിയിലുള്ള റിസർച്ചും കാര്യങ്ങളും ഒക്കെ ഈ ജോലിക്കും അത്യാവശ്യമാണ്. സോ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ പാഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് അനുവിനെ കണ്ടുമുട്ടിയത്? അവരുമായി എങ്ങനെയാണ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓക്കെ, സോ അറിയാത്തവർക്ക് വേണ്ടി പറയാം. അനു എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അനുവിനെ ഞാൻ കണ്ടുമുട്ടുന്നത്, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആണ്, ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് പഠിച്ചവരാണ്. അവളുമായിട്ടുള്ള കോണ്ടാക്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ ഒരു നാച്ചുറൽ ഓർഗാനിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരു ദിവസം ഒരു 2 പ്രാവശ്യം കുറഞ്ഞത് വിളിക്കും. 3-4 പ്രാവശ്യമൊക്കെ വിളിക്കാറുണ്ട്. ഇവിടുന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കൊന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്കോ അവക്കോ എന്തെങ്കിലും സന്തോഷമുള്ളതോ സങ്കടമുള്ളതോ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ വന്നാലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസിൻ്റെ ഒക്കെ ആവശ്യം വരുമ്പോഴോ, അതായത് എനിക്ക് അവളെയോ ഇല്ലെങ്കിൽ അവൾക്ക് എൻ്റെയോ ഒരു ആവശ്യം തോന്നുന്ന സമയത്ത് എപ്പോഴാണോ അതപ്പോൾ വിളിക്കാറുണ്ട്. പിന്നെ ഈവനിങ് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഇതിന് മാത്രം എന്താ സംസാരിക്കാന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അനു തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനാണ് മുടി വെട്ടിയത്? മുടി വെട്ടിയപ്പോൾ രഞ്ജു വഴക്ക് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ അത് 2 ഭാഗമുണ്ട്. അത് ആദ്യത്തെ ഭാഗത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഞാൻ മുടി വെട്ടിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു കാരണമൊന്നുമില്ല, ഒരു ചേഞ്ച് വേണം തോന്നി വെട്ടി, അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഇതുള്ളത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ലോങ് ഹെയർ ഇല്ലെങ്കിൽ നല്ല ഹെൽത്തി ഹെയർ എന്നൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് കൊണ്ട് നടക്കാനുള്ള ക്ഷമയോ ഇല്ല, എന്നെക്കൊണ്ട് അതിനുള്ളൊരു കഴിവ് എനിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏതാണോ സൗകര്യം ആ രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ 2ാമത്തെ ഭാഗം, മുടി വെട്ടിയപ്പോൾ രഞ്ജു വഴക്ക് പറഞ്ഞില്ലേ? താൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മുടി വെട്ടിയത് കൊണ്ട് രഞ്ജു വഴക്ക് പറയണമായിരുന്നു എന്നാണോ? എനിക്കത് മനസ്സിലായില്ല. എന്തായാലും രഞ്ജു വഴക്ക് പറഞ്ഞില്ല. കാരണം ഞാൻ വെട്ടിയത് എൻ്റെ മുടിയാണ്, രഞ്ജുവിൻ്റെ മുടി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രഞ്ജു എന്നെ വഴക്ക് പറയോ ഇല്ലെങ്കിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്ര ഉണ്ടായിരുന്നുള്ളൂ റിയാക്ഷൻ. ഈ Q&Aയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വായിക്കാം, വഴിയെ വായിക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് ബീൻ ദ മോസ്റ്റ് ചലഞ്ചിങ് ആസ്പെക്ട് ഓഫ് ബീങ് എ യൂട്യൂബർ? അപ്പോൾ മോസ്റ്റ് ചലഞ്ചിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിലെ എല്ലാ പ്രോസസ്സും ഈക്വലി ചലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ അല്ല, എനിക്ക് വേറൊരു ജോലിയും കൂടി ഉണ്ട്. അപ്പം അതും അതിൻ്റെ കൂടെ കുട്ടികൾ, നമ്മളൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം അതിൻ്റെ ഓരോ വശങ്ങളും ചലഞ്ചിങ് തന്നെയാണ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ യു ആർ. അതായത് ഇപ്പം നമുക്ക് ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആണ്, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ അപേക്ഷിച്ച് ആ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ ജോലി എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ റിസർച്ച് പ്രോപ്പറായിട്ട് ചെയ്യണം. കാരണം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്കിൻ കെയർ ആയിരിക്കാം. അത് മറ്റൊരാൾ നമ്മുടെ സ്കിൻ കെയർ കണ്ടിട്ട് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുമ്പം അയാളുടെ ഫേസിലാണ് നമ്മുടെ വാക്ക് കേട്ടിട്ട് അയാൾ ഓരോന്ന് മേടിച്ച് അപ്ലൈ ചെയ്യുന്നത്. മേക്കപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ. വെയിറ്റ് ലോസ് കോണ്ടന്റ് ആണെങ്കിലും ഒരാളുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന എല്ലാ മേഖലയും, അതായത് സ്കിൻ കെയർ, മേക്കപ്പ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ഇല്ലെങ്കിൽ വെയിറ്റ് ലോസ് റിലേറ്റഡ് വീഡിയോസ്, ഇതെല്ലാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അത് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് ആ ഒരു റിസർച്ച് ചെയ്യുന്ന ആ ഒരു സമയത്തിനാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രൊഫഷണൽസിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. ആ റിസർച്ച് എല്ലാം പ്രോപ്പറായി ചെയ്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടൊരു കണ്ടന്റ് റെഡിയാണ് എന്നുള്ളപ്പോൾ തൊട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം, എൻ്റെ ഡ്രസ്സ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ പ്രസൻറ്റബിൾ ആയിരിക്കുക എന്ന് പറയുന്നതും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുള്ളൊരു കണ്ടന്റ് ആണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അതിൻ്റെ റോ ആയിട്ടുള്ള, അതായത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ എന്ന് പറയുന്നത് 1 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് ഇല്ലെങ്കിൽ ചില സമയത്ത് 1.25 മണിക്കൂറൊക്കെ പോകുന്ന വലിയ വീഡിയോസ് ആയിരിക്കും. അതിന് ഞാൻ വെട്ടി എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്കുള്ള ഒരു 15-20 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് എടുക്കുന്നത്. എനിക്ക് ഒറ്റ ഇരിപ്പിൽ അങ്ങ് ഇരുന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, ഞാൻ ചിലപ്പോൾ വണ്ടിയിൽ പോകുമ്പോഴായിരിക്കും എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ എൻ്റെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തായിരിക്കും എഡിറ്റ് ചെയ്യുക, കിടക്കുന്നതിന് മുമ്പായിരിക്കും എഡിറ്റ് ചെയ്യുക. അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന കുറേ ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ആ ഒരു എൻറ്റയർ പ്രോസസ്സ് എനിക്ക് ഈക്വലി ചലഞ്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു വലിയ ഉത്തരമായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അബൌട്ട് യുവർ ഫ്രണ്ട്സ്, ഹൗ വാസ് യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് പ്രമോദ്? അപ്പോൾ അബൌട്ട് മൈ ഫ്രണ്ട്സ്, എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതായത് എനിക്ക് അത്ര പെട്ടെന്ന് ആരെയും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എല്ലാവരോടും പെട്ടെന്ന് കാണുന്ന ഒരാളുമായിട്ട് ഞാൻ വളരെ നന്നായിട്ട് ഒരാളുമായിട്ട് പെട്ടെന്ന് ഇടപഴകും. അതായത് കുറേ നാളത്തെ പരിചയമുള്ള പോലെയൊക്കെ വളരെ പ്ലസൻ്റ് ആയിട്ടും നല്ല രീതിയിൽ അയാൾ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം അതിനേക്കാളൊക്കെ ഒരുപാട് മേലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഉള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുള്ള ആൾക്കാരാണ്. നമ്മൾ എന്തും ഷെയർ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. ഇതിനേക്കാളൊക്കെ മേലെയായിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേട്ടിരിക്കാൻ ആ ഒരു സ്പേസ്, ആ ഒരു ഇതുള്ള ആൾക്കാരാണ് അനു, പ്രമോദ്, പിന്നെ സനിൽ, പ്രിയ, ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. എനിക്കും രഞ്ജുവിനും കോമൺ ഫ്രണ്ട്സ് ആണുള്ളത്. പിന്നെ എൻ്റെ ഹൗ വാസ് മൈ ഫ്രണ്ട്ഷിപ്പ് വിത്ത് പ്രമോദ്? അതിപ്പോൾ പ്രമോദ് ഒരു ആൺകുട്ടി ആയതുകൊണ്ടാണോ ആ ചോദ്യം വന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ചോദ്യത്തിനൊരു നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരിക. കാരണം എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെയും പ്രമോദിൻ്റെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, രഞ്ജുവിൻ്റെയും പ്രമോദിൻ്റെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എൻ്റെയും പ്രമോദിൻ്റെ ഇടയിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ഒരു മാറ്റവും ഞാനിതുവരെ കണ്ടിട്ടില്ല, അവനും ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് അതിനുള്ള ഉത്തരം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നമുക്കൊരു ലൈറ്റർ ആയിട്ടുള്ളൊരു ചോദ്യം നോക്കാം. ഫേവറേറ്റ് മൂവി /സോങ്/കളർ? ഓക്കെ, ഫേവറേറ്റ് മൂവി തലയണ മന്ത്രം. നമ്മുടെ ശ്രീനിവാസൻ, ഉർവശി, പാർവതി, ജയറാം ഇവരൊക്കെ അഭിനയിച്ച തലയണ മന്ത്രം എന്ന് പറയുന്ന മൂവിയാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി. അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ നിർബന്ധമായിട്ടും കാണും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ടെൻഷനൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് വരുമ്പം, വർക്കിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്, ഭയങ്കര കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനാണ് ഈ മൂവി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ആ മൂവിത്തെ ഓരോ ഡയലോഗ് വരെ എനിക്ക് കാണാപ്പാടമാണ്. പക്ഷെ ഇപ്പോഴും ആദ്യത്തെ കോമഡി സീൻസ് വരുമ്പോൾ ഞാനിരുന്ന് ചിരിക്കാറുണ്ട്.
ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വേറെ അതിനെ കഴിഞ്ഞ് ഒരുപാട് നല്ല മൂവീസ് വന്നിട്ടുണ്ട്. അതിന് മുമ്പും വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂവിയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത് എന്താണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഉർവശി മാമിൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, എപ്പോൾ കണ്ടാലും ചിരിക്കുന്ന ഒരു മൂവി. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. എൻ്റെ ഒരു സ്ട്രെസ് ബസ്റ്ററാണ് ആ മൂവി. സോങ് എന്ന് പറയുന്നത് അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു 90% ഓഫ് ദ സോങ്സ് എന്ന് പറയുന്നത് മലയാളവും ഇഷ്ടമാണ്, തമിഴും ഇഷ്ടമാണ്. ഞാൻ ഹിന്ദി സോങ്സ് കേൾക്കാറില്ല, കാരണം എനിക്കൊരു ഹിന്ദി ഒരു കുന്തം മനസ്സിലാവത്തില്ല. ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എന്തിനാ ഈ പാട്ട് കേൾക്കുന്നത്? കുറച്ചൊരു ആ ഒരു മൂഡിലേക്ക് നമ്മൾ കൊണ്ടുപോകണ്ടേ? അങ്ങനെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോകാനൊന്നും ഒരു പാട്ടുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അതെൻ്റെ പ്രശ്നമാണ്, എൻ്റെ മാത്രം പ്രശ്നമാണ്. വേറെ ഒരു കുഴപ്പമില്ല. എനിക്കെന്തോ അത് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. ഹിന്ദി സോങ്സ് പിന്നെ ഹിന്ദി അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. എൻ്റെ ഒരു 95 പോട്ടെ ഒരു 98% ഫേവറേറ്റ് സോങ്സും എന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ എല്ലാ സോങ്സും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫാൻ എന്നല്ല പറയാം, എന്താ പറയുക, ആ ഒരു ആരാധന എന്തൊക്കെയോ പറയില്ലേ, ആ സംഭവം അത് ഞാനായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമൊന്നുമല്ല, അതൊരു ഒരു പ്രാന്താണ്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്നറിയോ? നമ്മുടെ ഈ പുഴയും കടന്ന എന്ന് പറയുന്ന മൂവിയിലെ അതിലല്ലേ ആ പാട്ട്, രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൽ തന്നെ വേറൊരു സോങ് ഉണ്ട്, ദേവകന്യക എന്ന് പറയുന്നത്. ആ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് വരുന്ന പാട്ട്. ഇത് രണ്ടും കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കേൾക്കണം കേട്ടോ. കാരണം ആ ഒരു സോങ്ങിന് നമ്മളെ ഒരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന എല്ലാ പാട്ടുകളും, അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗിരീഷ് പുത്തഞ്ചേരി ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫേവറേറ്റ് കളറ് വൈറ്റ് ആൻഡ് യെല്ലോ. കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ഫീൽ തരുന്ന 2 കളേഴ്സാണ്. എനിക്ക് ഈ 2 കളേഴ്സ് ഭയങ്കര ഇഷ്ടം. ഇഫ് യു കുഡ് ചേഞ്ച് വൺ തിങ് അബൌട്ട് യുവർ ലൈഫ്, വാട്ട് ഇറ്റ് വുഡ് ബി? ഇത് ഇപ്പോൾ ഈ വായിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇൻസ്റ്റയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം എൻ്റെ ലൈഫിൽ ഉള്ള ഒരു കാര്യം മാറ്റണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കാം? ഞാൻ എന്താ പറയുക, വളരെ ലൈഫിൽ എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളാണ്. ഞാൻ ജീവിക്കുന്ന ലൈഫ് ഉണ്ടല്ലോ, അത് എത്രയോ പേരുടെ സ്വപ്നമായിരിക്കും. അതായത് ഒരു നേരത്തെ ഭക്ഷണം ഒരു പ്രോപ്പറായിട്ട് കിട്ടാത്ത എത്ര പേരുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ഡ്രസ്സ് മാറി കൊടുക്കാൻ ഇല്ലാത്ത എത്ര പേരുണ്ടാവും? അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു റോയൽ ലൈഫാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 നേരം ഭക്ഷണമുണ്ട്, മാറ്റി കൊടുക്കാൻ ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. ബട്ട് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു രീതിയിലുള്ള ആൻസർ ആണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. തൻ്റെ ചോദ്യം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിരിക്കും ഞാൻ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഒരു വല്ലാത്ത ട്രോമയിലേക്ക് ലീഡ് ചെയ്തു. ഇപ്പം ഞാൻ ഡിപ്രഷനിലേക്ക് കൂടെയൊക്കെ കടന്നു പോയപ്പം എൻ്റെ തെറാപ്പിസ്റ്റും എന്നെ ട്രീറ്റ് ചെയ്ത സൈക്കാട്രിസ്റ്റൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന ഈ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പം അത് എന്നെ വല്ലാതെ എന്താ പറയുക, എൻ്റെ ലൈഫ് തന്നെ അങ്ങ് ടോട്ടലായിട്ട് എന്താ പറയുക, ഒരു കീഴ്മേൽ മറച്ചു എന്നൊക്കെ പറയില്ലേ. ഞാൻ ഉപയോഗിക്കുന്ന ഈ മലയാളം വാക്കൊക്കെ കറക്റ്റൊക്കെ ആണോ? ഞാൻ മലയാളിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ചില സമയത്ത് ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ വാക്കുകൾ ഉണ്ടാക്കുന്നതായിട്ട് രഞ്ജു പറയാറുണ്ട്. പല വാക്കുകൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനൊന്നും അർത്ഥമൊന്നുമില്ല. പക്ഷേ എൻ്റെ വിചാരം അതൊക്കെ ശരിക്കും ഉള്ള വാക്കുകളാണെന്നാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വാക്കൊക്കെ പൊട്ട മണ്ടത്തരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പം എൻ്റെ ലൈഫ് തന്നെ ഫുൾ എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു ഇൻസിഡൻറ്റ്. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അത് സംഭവിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം മാറ്റണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഇൻസിഡൻ്റ് ആയിരിക്കില്ലേ? അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം, ജോലി എന്താ? ജോലി ഒരു IT കമ്പനിയിൽ അസിസ്റ്റൻറ്റ് മാനേജർ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 11 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കുഞ്ഞിലെ തൊട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്, അല്ലാതെ എനിക്ക് ഇത്ര പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ഹൗ ടു മോട്ടിവേറ്റ് യുവർ സെൽഫ് ഇൻ വെയ്റ്റ് ലോസ് ജേർണി? വെയ്റ്റ് ലോസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിലുദ്ദേശിച്ചത് കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവുമോ, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ആവുക, അങ്ങനെയുള്ള ഡൗട്ട്സ് ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഈ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു മോട്ടിവേറ്റ് യുവർ സെൽഫ് ഇൻ വെയ്റ്റ് ലോസ് ജേർണി ഈസ് ബിക്കോസ് ഞാൻ എന്തുകൊണ്ടാണ് വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് എന്ന ആ ഒരു കാരണമുണ്ടല്ലോ, ആ കാരണമാണ് എന്നെ Day 1 തൊട്ട് ഇന്ന് ഇവിടെ വരെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
ഏജ്. ഈ പെൺകുട്ടികളോട് പ്രായവും ആൺകുട്ടികളോട് ശമ്പളം ചോദിക്കാൻ പറയില്ല എന്നുള്ള റൂള് അറിയില്ല എന്നുണ്ടോ കുട്ടി? പക്ഷെ എന്നോട് ചോദിക്കാം, ശമ്പളമൊന്നും ചോദിക്കരുത്, ഏജൊക്കെ ചോദിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഈ കഴിഞ്ഞ ജനുവരി ഒരു 2-3 മാസമായില്ലേ, അപ്പോൾ ഈ ജനുവരിയിൽ സ്വീറ്റ് 30 ആയിട്ടേ ഉള്ളൂ. ഹൗ ഡു യു ഓവർകം ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്? അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ഉത്തരം അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ജോക്സ് അപ്പാർട്ട്, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് അതൊരു ഹെൽത്ത് ഇഷ്യൂ അല്ല, അതൊരു മോർ റിലേറ്റഡ് ടു നമ്മുടെ ഒരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആങ്സൈറ്റി സ്ട്രെസ് എന്ന് പറയുന്നത്. ആ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് വരെ വരുത്തി വെച്ച ഒരാളാണ് ഞാൻ. എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കണം. കാരണങ്ങൾ പലതാണ്, അതിനെനിക്ക് എൻ്റേതായ ന്യായീകരണങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ ഒരു ആങ്സൈറ്റി സ്ട്രെസ്സിൻ്റെ ഒക്കെ പീക്കിൽ പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ആങ്സൈറ്റി ആയിരിക്കുന്ന സമയത്ത് ആ ഫീലിങ്സിനെ ഇല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം അത് നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമ്മളങ്ങനെ ഉള്ളിൽ എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും, ആങ്സൈറ്റി കൂടിക്കൊണ്ടേയിരിക്കും, സ്ട്രെസ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഇമോഷനെ അതിൻ്റേതായ രീതിയിൽ അതേപോലെ അങ്ങ് ഫീൽ ചെയ്യുക. അത് ഒരുപാട് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഭവം അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സംഭവമൊന്നുമല്ല. അത് ആ ഒരു ടൈം പീരീഡിലുള്ള സംഭവമാണ്. അത് നിങ്ങൾ അതിൻ്റെ അപ്പോഴെന്താണോ തോന്നുന്നത് അതങ്ങ് ആ തോന്നലങ്ങ് ഫീൽ ചെയ്യുക, അല്ലാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. കൺട്രോൾ ചെയ്തിട്ടുണ്ട് അത് കൂടത്തേ ഉള്ളൂ. സോ ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച പാഠം 1. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ബ്രീതിങ് എക്സസൈസ്. രാവിലെ ഞാൻ ബ്രീതിങ് എക്സസൈസ് ചെയ്യും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രീതിങ് എക്സസൈസ് ചെയ്യും. ഇല്ലെങ്കിൽ ഇത് ഞാൻ ഒരു സ്ഥിരമായിട്ട് ചെയ്യുമെന്ന് വെച്ചോളൂ. അതല്ലാതെ ഈ മുടി ഞാനിങ്ങനെ ആക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവില്ലേ? ആനക്കാര്യത്തിൻ്റെ ഇടയ്ക്ക് ചേനക്കാരുന്നില്ലേ? അതല്ലാതെ എനിക്ക് എപ്പോഴാണോ ആങ്സൈറ്റി ബിൽഡ് ആവുന്നത് ഇല്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ആണെന്ന് തോന്നുന്നത് ആ സമയത്ത് കണ്ണു അടച്ച് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒന്ന് ഇരുന്നിട്ട് നമ്മുടെ ഷോൾഡറൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് ഐബ്രോസ് ഒക്കെ ഒന്ന് നോർമലാക്കുക. നമ്മുടെ ഐബ്രോസ് ഒക്കെ ഈ ഒരു ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കയറി ഇരിക്കുന്നത്, അതായത് നമ്മുടെ ബോഡീനെ ഒന്ന് റിലാക്സ് ചെയ്യുക. വളരെ കൂളായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞോട്ടെ, ഇതൊന്നും ഒറ്റയടിക്ക് നടക്കത്തൊന്നുമില്ല. സ്ട്രെസ്ഡ് ആയിട്ട് ആങ്സൈറ്റി ആയിരിക്കുന്ന സമയത്ത് ഓക്കെ അശ്വതി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ, നടക്കാൻ പോകുന്നില്ല. അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ വരുള്ളൂ. അപ്പോൾ ആദ്യം ബോഡി റിലാക്സ് ചെയ്യുക. എന്നിട്ട് കൈ ഇങ്ങനെ ഒരു കൈൻ്റെ മേലെ ഇങ്ങനെ കൈ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഏത് ദൈവത്തിനെയാണോ, ദൈവവിശ്വാസം ആണെങ്കിൽ കേട്ടോ, ദൈവവിശ്വാസം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ആ ദൈവവിശ്വാസം അല്ലാന്നുണ്ടെങ്കിൽ അമ്മേനെ മനസ്സിലോർത്താൽ മതി. അപ്പം അതേപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരാൾ ഓർത്താൽ മതി. ഞാനെന്തായാലും എനിക്കിഷ്ടപ്പെട്ട ദൈവത്തിനെ ഇങ്ങനെ മനസ്സിൽ കാണും. ഇങ്ങനെ ദീർഘശ്വാസമില്ലേ, അതായത് നല്ല ഡീപ്പായിട്ടുള്ള ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യും. അങ്ങനെ ഡീപ്പായിട്ട് ഇപ്പോൾ കാണിച്ച പോലെയല്ല, നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഹെയിൽ ചെയ്യും. കുറച്ച് നേരത്തേക്ക് ആ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കും. അതിനുശേഷം അത് സമാധാനപരമായിട്ട് വിടും. സമാധാനപരമായിട്ട് ഞാനത് എക്സേൽ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അങ്ങനെ ഒരു 5 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പം സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. അതിനുശേഷം ആ സ്ട്രെസ്സിൻ്റെയും ആങ്സൈറ്റീൻ്റെയും ഒക്കെ ഒരു കാരണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഒരു വ്യക്തിയോ ഉണ്ടാവില്ല അത് ട്രിഗർ ചെയ്ത്. അതിനുള്ള പരിഹാരമൊക്കെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. ആദ്യം നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ പരീക്ഷിക്കുന്ന കുട്ടി കുട്ടി സാധനങ്ങളാണ് ഇതൊക്കെ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്കൊരു നല്ല പരിധിവരെ തടയാൻ പറ്റും. മെഡിറ്റേഷൻ, യോഗ ഇതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷനാണ്. നിങ്ങൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടി എന്ന് വിചാരിച്ചോളാം. അപ്പം അതും ചെയ്യാം. ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള കുറച്ച് സൊല്യൂഷൻസ് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണേ. ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരിയാ, ചേച്ചി യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സ് പറയൂ. സുന്ദരി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മൾ കാണുന്ന കണ്ണിൻ്റെ, അതായത് നമ്മുടെ കാഴ്ചയുടെ ഭംഗിയാണ്. അങ്ങനെ നോക്കുമ്പോൾ താനല്ലേ സുന്ദരി, തനിക്ക് അതുകൊണ്ടല്ലേ, സുന്ദരി തന്നെയാണോ? സുന്ദരി തന്നെയാണ്, സുന്ദരനല്ല. അപ്പം തനിക്ക് അതുകൊണ്ടല്ലേ എന്നോട് അങ്ങനെ പറയാൻ പറ്റിയത്. അപ്പം ശരിക്കുള്ള ബ്യൂട്ടി തനിക്കാണ്, തൻ്റെ കണ്ണിനാണ്, തൻ്റെ കാഴ്ചയുടെയാണ്. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് മേക്കപ്പ് ആണോ സ്കിൻ കെയർ ആണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും രണ്ടും ഞാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എന്താ പറയുക, റീൽസ് ആയിട്ടൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ആരാ ഇപ്പോൾ സുന്ദരിയോ സുന്ദരനോ അല്ലാത്ത ആരാ ഉള്ളത്? ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. സുന്ദരിയോ സുന്ദരനോ അല്ലാത്ത ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല.
ഓക്കെ, ചേച്ചിൻ്റെ ഹൈറ്റ് 162 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫീറ്റിൽ പറയുമ്പം 5.3ൻ്റെയും 5.4ൻ്റെയും നടുഭാഗത്തായിട്ട് വരും. അടുത്ത ചോദ്യം, നെഗറ്റീവ് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ലൈഫിൽ ഹാപ്പിനെസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നല്ല ചോദ്യം. എല്ലാവരും ഇപ്പോൾ ഒരേപോലെ പോസിറ്റീവായിട്ടും സന്തോഷമായിട്ടും അങ്ങനെ ഒരു ഇതിൽ ഇരിക്കാനാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ എത്ര എളുപ്പമായി. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ വേണം. അപ്പം അതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരെയും പോലെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പണ്ടത്തെ അത്ര ഒന്നുമില്ല. എങ്ങനെയാണ് ഹാപ്പിനെസ് ലൈഫിൽ കണ്ടെത്തുന്നതെന്ന്, നമ്മളെപ്പോഴും എന്ത് സിറ്റുവേഷനിലാണെങ്കിലും എപ്പോഴും നമ്മളെക്കാൾ താഴെയുള്ളവരെ പറ്റി ആലോചിക്കുക. ഈ താഴെയുള്ളവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിത രീതി ജീവിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, 4 നേരം വേണേലും നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മുടെ വയർ അനുവദിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എത്ര നേരം വേണേലും ഭക്ഷണം കഴിക്കാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു നേരം പോലും ഭക്ഷണം കിട്ടാത്ത എത്ര പേരുണ്ടെന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പം തന്നെ നമുക്കിപ്പോൾ ഉള്ള എല്ലാമായിട്ടും നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ കണ്ടൻ്റ് ആയിരിക്കും, വളരെ 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 എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കി കാണാറ്. അല്ലാതെ നമ്മൾ എപ്പോഴും നമുക്ക് മേലെ ഉള്ളവരെ പറ്റി ആലോചിച്ചു, അതായത് കണ്ടോ അവർക്ക് ഇത്രയും കാറുകളുണ്ട്, അവർക്ക് ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ട്, അവർക്ക് ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചാൽ നമ്മളെപ്പോഴും ജീവിതത്തിൽ എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഒരു തൃപ്തി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നോ ഇല്ലെങ്കിൽ സന്തോഷം എന്താണെന്നോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളെപ്പോഴും എനിക്കതില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിക്കാതെ നമുക്ക് എന്തുണ്ടോ അതിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ, അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന അവസരങ്ങളൊന്നും മിസ് ചെയ്യാറില്ല. കാരണം ദുഃഖിച്ചിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പെയിൻഫുൾ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും ഞാൻ കളയാറില്ല. പോയി ഞാൻ എന്തോ തത്വചിന്തകരെ പോലെയൊക്കെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളെ ഞാൻ വല്ലാതെ വെറുപ്പിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം, എക്സെപ്റ്റ് ഡയറ്റ് ആൻഡ് എക്സസൈസ് വാട്ട് എൽസ് ഡിഡ് യു ഇൻക്ലൂഡ് ഇൻ യുവർ ഡെയിലി റുട്ടീൻ ടു റിമൈൻ പോസിറ്റീവ്? ജാൻ അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി അങ്ങനെ എഫേർട്ട് ഇട്ടൊന്നും ചെയ്യാറില്ല. ഞാനിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്തുക, സന്തോഷിക്കാൻ പറ്റുന്ന ഒരവസരങ്ങളും മിസ് ചെയ്യാതിരിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നമ്മുടെ മൈൻഡും നമ്മളും സ്വാഭാവികമായിട്ടും നമ്മളും എന്തെങ്കിലും കാര്യത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ വരുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങളുടെ ഫ്രണ്ട് പ്രമോദ് സിംഗിൾ ആണോ? ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പ്രമോദ് സിംഗിൾ ആണോ എന്ന്. ഇല്ല, പ്രമോദ് സിംഗിൾ അല്ല. അവൻ്റെ മൂത്ത കുട്ടി +2 പഠിക്കുന്നത്. അവൻ സിംഗിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25,000 ആൾക്കാർ ഉള്ള ഇതിൽ നിന്നും രഞ്ജു അശ്വതി എന്ത് പഠിച്ചു? അപ്പം രഞ്ജുവിന് ഇതിലിപ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അവനോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കാം കേട്ടോ, ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചോദിക്കാം. ആ ഒരു ഇഷ്ടം ഉണ്ടാവണം. ഒന്നും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് അത്രയും ഹാർഡ് വർക്കും എഫേർട്ടും ഇടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും. അതാണ് ഇപ്പോൾ കാണുന്ന ഈ 25,000 ഫാമിലി എന്ന് പറയുന്നത്. ചേച്ചി എന്താ പഠിച്ചത്? രഞ്ജു ചേട്ടൻ എന്താ പഠിച്ചത്? എവിടെയാണ് ജോലി? ഓക്കെ, അപ്പോൾ ജോലി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു IT കമ്പനിയിൽ HR അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. രഞ്ജു ഒരു ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പഠിച്ചത് സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PGD HRM, അതായത് PG ഡിപ്ലോമ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസേഷനിൽ. അതാണ് ഞാൻ പഠിച്ചത്. രഞ്ജു എന്നാ പഠിച്ചത്? രഞ്ജു BCom ആണ് പഠിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വെയിറ്റ് ലോസിൻ്റെ കഴിഞ്ഞാൽ മക്കളെ പറ്റിയിട്ടുള്ള അന്വേഷണം. അപ്പം മക്കളെ പറ്റി നിങ്ങൾ ചോദിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ചിക്കും ചെറിയും വെക്കേഷൻ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസം നാട്ടിലേക്ക് പോയതാണ്. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷത്തെ വെക്കേഷനിൽ 2 പേരെയും കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ചെറിയ 1.5 വയസ്സ് പ്രായമുള്ളൂ. പിന്നെ ഇവർ 2 പേരും ഞങ്ങളെ വിട്ട് നല്ല ശീലമുള്ളവരാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 8:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം 8:30 ആകുമ്പോഴേ ഞാൻ തിരിച്ചെത്താറുള്ളൂ. രഞ്ജു ഒരു ബാങ്കിലായതുകൊണ്ട് തന്നെ അവനൊരു 5:30 ആകുമ്പോൾ വീട്ടിലെത്താറുണ്ട്. അപ്പം ഞങ്ങളെ അത്രയും നേരം കാണാതിരുന്ന ശീലമുള്ളവരാണ് ഇവർ 2 പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് 2 പേർക്കും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. 2 പേർക്കും 6 മാസം പ്രായമുള്ളപ്പം, അതായത് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ അവർ 2 പേരെയും വിട്ട് ജോലിക്ക് പോയി തുടങ്ങിയതാണ് ഞാൻ.
അപ്പം അതായത് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞതിന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതാണ്. ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയേ ഇല്ല. ഞങ്ങളുടെ മക്കളാണ്, അവരവിടെ ഹാപ്പി ആയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ക്യാൻ യു സേ ദ ആഫ്റ്റർ കെയർ ഓഫ് യുവർ കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, ഡു യു വാഷ് യുവർ ഹെയർ റെഗുലർലി? ഞാൻ കെരാറ്റിൻ സ്മൂത്തനിങ് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ റെഗുലറായിട്ട് എൻ്റെ ഹെയർ വാഷ് ചെയ്യുമോ എന്നുള്ളതിൻ്റെ ഉത്തരം ഇല്ല. ആഴ്ചയിൽ 3 ദിവസമാണ് ഹെയർ വാഷ് ചെയ്യുക. പിന്നെ കെരാറ്റിൻ കഴിഞ്ഞതുകൊണ്ടുള്ള ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഷാമ്പൂ എന്ന് പറയുന്നത് സൾഫേറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഏത് ഷാമ്പൂ വേണേലും, ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ഈ 2 സംഭവം ഇല്ലാത്ത ഏത് ഷാമ്പൂ വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ചേച്ചീൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ബ്രദർ, സിസ്റ്റർ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിൽ, അതായത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നതാണല്ലോ സ്വാഭാവികമായിട്ടും എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രഞ്ജു, ഞാൻ, ഞങ്ങളുടെ 2 കുട്ടികൾ, ഞങ്ങളുടെ അച്ഛനും അമ്മയും ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളൊരു 6 അംഗ കുടുംബം, കുഞ്ഞു കുടുംബം, സന്തുഷ്ട കുടുംബം. ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ബ്രദർ സിസ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എനിക്കൊരു ബ്രദർ ഉണ്ട്. എന്നെ കഴിഞ്ഞും 3 വയസ്സിന് ഇളയതാണ്. പേര് അശ്വന്ത് എന്നാണ് അവൻ്റെ പേര്. അപ്പം അവനും ഇവിടെ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അവനിങ്ങനെ വീഡിയോസിലൊന്നും വരാൻ ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അവൻ്റെ പ്രൈവസീനെ ഞാൻ റെസ്പെക്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് എൻ്റെ ഒരു വീഡിയോയിലോ ഇല്ലേ എവിടെ നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റാത്തത്. ഐ ലവ് യുവർ ഡ്രസ്സസ്, ഫ്രം വേർ ഡു യു പർച്ചേസ് യുവർ ഡ്രസ്സസ് ആൻഡ് ആക്സസറീസ്? താങ്ക് യു. ആക്സസറീസ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു വലിയ കളക്ഷനൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ ഈ വളരെ മിനിമലായിട്ട് ആക്സസറീസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇതാണ് എൻ്റെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നൊരു മാല എന്ന് പറയുന്നത്. ഈ ഒരു കമ്മൽ, അല്ലാണ്ട് വേറൊരു സ്ഥിരം ഇടുന്നൊരു 2 ഹാർട്ടുള്ളൊരു കമ്മലില്ലേ, അപ്പം ആ കമ്മൽ, ഇത് രണ്ടുമാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. പിന്നെ എത്നിക് വെയർ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ ജുംക്ക ഇടാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ആക്സസറീസ് എന്ന് പറയുന്നത്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. കാര്യമായിട്ട് അങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഇപ്പം ഞാൻ വെയിറ്റ് കുറച്ച്, പിന്നെ ചില ബ്രാൻഡ്സിൽ എൻ്റെ സൈസ് എന്ന് പറയുന്നത് കൂടുതലും M ആണ്, ചിലതിൽ L. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഇതിൻ്റെ 2ൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളാണെന്നായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈനിൽ ഡ്രസ്സ് എടുത്താൽ മിക്കപ്പോഴും ഞാൻ തിരിച്ചു കൊടുക്കലാണ് പതിവ്. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സമയമെടുത്ത് കടയിൽ പോയി ഡ്രസ്സ് വാങ്ങാനാണ് പതിവ്. എനിക്കിഷ്ടമാണ് ഷോപ്പ് ചെയ്യാൻ, രഞ്ജുനും അതേപോലെ ഇഷ്ടമാണ്. ഞങ്ങൾ 2 പേരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിൽ പോയി തൊട്ട് നോക്കി ഇട്ട് നോക്കി ഡ്രസ്സ് എടുക്കാനാണ് ഇഷ്ടം. ഇതേപോലെ സുഡിയോന്ന് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ നിന്ന്. സ്ഥിരമായിട്ട് ഇന്നൊരു സ്ഥലം എന്ന് പറയാനില്ല. ചേച്ചി തൈറോയിഡ് മെഡിസിൻ കഴിച്ചിട്ടാണോ ക്യൂർ ആയത്? ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മുടെ TSH ഒക്കെ ഒരു റേഞ്ചിൽ വന്നതിന് ശേഷം നമുക്ക് നിർത്താം എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അത് നോർമലിൽ വന്നെങ്കിലും ആ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടാണ് അത് നോർമൽ റേഞ്ചിലിരിക്കുന്നത്. അതുകൊണ്ട് അത് നിർത്താനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നതാണ് എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളതും. എനിക്ക് അങ്ങനെ മനസ്സിലായുള്ളൊരു അറിവ് അതാണ് കേട്ടോ. ലൈഫ് ലോങ് എടുക്കേണ്ട മെഡിസിൻ ആണെന്നാണ്. ഞാൻ ഭയങ്കര വെയിറ്റ് ഗെയിൻ ആയിട്ടിരുന്ന സമയത്ത് എൻ്റെ TSH ലെവൽ എന്ന് പറയുന്നത് 25 ആയിരുന്നു. ഈ 25 എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം റേഞ്ച് ഒരു സ്ത്രീക്ക് 5 വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. 5 5.2 അങ്ങനെ എന്തോ പോകാൻ പറ്റുള്ളൂ. എൻ്റെ 25 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വണ്ണം കുറച്ചതിന് ശേഷമാണ് അത് വിത്തിൻ ദ റേഞ്ച് ആയത്, വെരി മച്ച് വിത്തിൻ ദ റേഞ്ച് ആയത് ഞാൻ വണ്ണം കുറച്ചതിന് ശേഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റേതായ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ക്യൂർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻ ഡെയിലി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ആ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, വണ്ണമൊക്കെ കുറച്ചൊരു ഹെൽത്തി ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് എനിക്കിപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ലൈക്ക് യുവർ വോയിസ്, ഫീൽ ലൈക്ക് എ ഫ്രണ്ട്. താങ്ക് യു സോ മച്ച്. ഈ രഞ്ജുനൊക്കെ ഞാൻ വോയിസ് നോട്ട് അയച്ചതിന് ശേഷം ഞാനത് ഒന്നുകൂടെ കേൾക്കും. കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒച്ച അങ്ങനെ അല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എനിക്കത് ഇപ്പോഴും തോന്നാറുണ്ട്. ഈ വീഡിയോസിലൊക്കെ കേൾക്കാറില്ലേ, അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഒച്ച അങ്ങനെ അല്ല എന്ന്. ആ പ്രശ്നം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെയാണോ എൻ്റെ ശരിക്കുള്ള ഒച്ച എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഇടയ്ക്കെങ്കിലും തോന്നിയിട്ടില്ലേ? അപ്പം എന്തായാലും പ്രത്യേകതയുള്ളൊരു വോയിസ് ആണോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വോയിസ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. താങ്ക് യു ആർ സോ കൈൻഡ്. ഫീൽ ലൈക്ക് എ ഫ്രണ്ട്. താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് 25K സബ്സ്ക്രൈബേഴ്സ്. ഹോപ്പ് ഉണ്ടായിരുന്നോ? പ്രതീക്ഷയല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. 25 ഒന്നുമല്ല, 1 മില്യൺ അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ആഗ്രഹിക്കാമല്ലോ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയാറില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. എനിക്ക് 1 മില്യണൊക്കെ അടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്വപ്നത്തിൽ വരാറുള്ള കാര്യമാണ്. പക്ഷേ അതിപ്പോൾ ഒരു അത്യാഗ്രഹമായിട്ടോ ഇല്ലെങ്കിൽ അത്രയൊക്കെ നീ ആഗ്രഹിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് അത്ര ആഗ്രഹമുണ്ട്. എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല, സത്യമായിട്ടും ഇല്ല. കാരണം 25,000 ഫാമിലി മെമ്പേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. 20 മില്യൺ 40 മില്യൺ ഇല്ലെങ്കിൽ 1 മില്യൺ അങ്ങനെയൊക്കെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പം 25,000 എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാനൽ തന്നെയാണ്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഹ്യൂജ്.
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എനിക്കത് വലിയ എന്താ പറയുക, ഭയങ്കര എന്തോ വലിയൊരു കാര്യം സംഭവിച്ച ആ ഒരു തോന്നലാണ് എനിക്കുള്ളത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പം 24,99091 അങ്ങനെയൊക്കെ വരുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് രഞ്ജുനോട് പറഞ്ഞു, എടാ അടുത്തൊരു 3-4 മിനിറ്റിൽ ഞാനിപ്പോൾ 25,000 എത്തും. അങ്ങനെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രഞ്ജു എൻ്റെ കൂടെ കോളിലുണ്ടായിരുന്നു. ഞാനത് ശരിക്കും എൻജോയ് ചെയ്തൊരു മൊമെൻറ്റാണ്. നമുക്കിപ്പോൾ ഒരു ലോട്ടറി അടിച്ചാൽ എങ്ങനെയായിരിക്കും ഫീൽ ആവുക, അതേ ഫീലിംഗാണ് എനിക്കുള്ളത്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടിയൊരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. പിന്നെ നല്ലൊരു ചോദ്യം, ചൂടൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? എടാ, ചൂടെന്ന് പറയുന്നത് നാട്ടിലത്തെ അത്രയും ചൂടില്ല. കാരണം ഞാൻ വന്ന് പോയതാണല്ലോ ഈ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ആഴ്ച. നാട്ടിലത്തെ അത്രയും ചൂടില്ല. എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ, ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റ് എപ്പോഴും കുറച്ചൊരു ന്യൂട്രലാണ്. കുറച്ചൊരു നമുക്ക് അൺസഹിക്കബിൾ കാലാവസ്ഥയിലോട്ട് ഒരിക്കലും പോയിട്ടില്ല. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിയുടെ ഗോൾ എന്താണ്? ആംബിഷ്യസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ലൈഫിൽ വെയിറ്റിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തേ? എല്ലാവരെയും പോലെ തന്നെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ ഞാനും ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബോഡി ഷേമിംഗ് അനുഭവിച്ചു എന്ന് പറഞ്ഞ് അത് ആലോചിച്ച് വിഷമിച്ച് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റി, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പം അതാണ് അതിനുള്ള ഉത്തരം. ചേച്ചിയുടെ ഗോൾ എന്താണ്? ആംബീഷ്യസ്. ഞാനങ്ങനെ അത്ര ആംബീഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നേ ഉള്ളൂ. അപ്പം ദൈവം, ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ദൈവം എനിക്ക് ഒരു ഡെസ്റ്റിനി നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പം അത് എനിക്ക് വിധിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിയിരിക്കും. എനിക്കുള്ളതല്ല ആ ഡെസ്റ്റിനി എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, അതെനിക്കുള്ളതല്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും, അപ്പം അവിടെ ഞാൻ എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇന്നതുപോലെ വേണം, ഇന്നത് തന്നെ ചെയ്യണം, ഇതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയാനൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഹായ് അശ്വതി, വയനാടാണെന്നറിയാം. വയനാട്ടിൽ എവിടെയാണ്? ഐ ആം ഓൾസോ ഫ്രം വയനാട്. ഓക്കെ. അപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ വയനാട്ടിലാണ്. ഒരു 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ പഠിച്ചത് വയനാട്ടിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വരുന്നത് കേട്ടോ. അപ്പം വയനാട്ടിൽ വാഗേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രോപ്പറായിട്ട് പറയാനാണെങ്കിൽ മൂടക്കൊല്ലി എന്ന് പറയും. രഞ്ജുവിൻ്റെ വീട് ചൂതുപാറയാണ്, കേണിച്ചിറ ചൂതുപാറ ആ ഭാഗത്തായിട്ടാണ്. ഹായ് അച്ചു. ഹലോ ഷപ്ന. എൻ്റെ ചോദ്യം, അച്ചുവിന് ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ് ആൻഡ് ഫ്രീ ടൈമിൽ കാണുന്ന യൂട്യൂബ് ചാനൽ ഏതാണ്? എന്നിട്ടൊരു ഹാർട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഹാർട്ട് തിരിച്ച്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുന്നത് കുറേ ചാനൽസ് ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ എനിക്കൊരു പേഴ്സണൽ കണക്ട് ചെയ്തിട്ട് എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ സിമിലർ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് തനി മലയാളി എന്ന് പറയുന്ന ചാനലാണ് കേട്ടോ. നമ്മുടെ ഐശ്വര്യ വിഷ്ണു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചാനലാണെന്ന് വിചാരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ചാനലാണ്. സോ പുള്ളിക്കാരിനെ എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് തൊട്ടാണ് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ തൊട്ടുള്ള ആ ഒരു പുള്ളിക്കാരിൻ്റെ ആ ഒരു ജേർണി ഞാനിങ്ങനെ ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഞാനും അങ്ങനെ ആണല്ലോ ഒരു കണക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഫ്രീ ടൈം എന്ന് പറയുന്നൊരു സംഭവം എനിക്കില്ല. എനിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇല്ല, അല്ലെങ്കിൽ വളരെ 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 കുറവാണെന്ന് തന്നെ പറയാം. പക്ഷേ എനിക്കറിയാം, ഇപ്പോൾ ആസ് എ യൂട്യൂബർ ഇതെൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതെൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോൾ ഉള്ള ആദ്യത്തെ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എല്ലാവർക്കും സ്ട്രഗ്ലിംഗ് പീരീഡാണ്. അത് ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇതെൻ്റെ പാഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് വിധിച്ചിട്ടുള്ളൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത്, ആ ഒരു ചിന്തേൻ്റെ പുറത്ത് ഞാൻ മുമ്പോട്ട് പോകുന്നു. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വൺ ഓഫ് ദ Q&A യു മെൻഷൻ ദാറ്റ് കുറേ പേർ ഒരുപാട് പിന്നിൽ നിന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അവരോട് ഇന്നത്തെ നിലയിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എന്ത് നില? അങ്ങനെയൊന്നുമില്ല. ഞാൻ എവിടെയോ എത്തി, അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ വില ആ സംഭവങ്ങളൊന്നുമില്ല. പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ പറയാനൊക്കെ ഉണ്ട്. അവർ കാരണമാണ്. അല്ലെങ്കിൽ എപ്പോഴേലും ജീവിതത്തിലൊന്ന് മതിയാക്കാം, നിർത്തിപ്പോകാം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് തോന്നുന്ന സമയത്തുണ്ടല്ലോ, അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ മതി. എനിക്ക് പെട്ടെന്ന് ഊർജ്ജം കിട്ടും. അതാണ് എന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് കുറച്ച് ഊർജ്ജം തരുന്ന
സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ വേണം, അതൊക്കെ നമ്മുടെ ലൈഫിൽ വേണം. നമ്മളെ കുറ്റപ്പെടുത്തിയവരെയും നമ്മളെ കളിയാക്കിയവരെയും നമ്മളെ താഴ്ത്തി കെട്ടിയവരും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമ്മൾ എത്ര സ്ട്രോങ് ആണെന്നുള്ള കാര്യം നമ്മൾ തന്നെ റിയലൈസ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിന് വരെ അവിടെ തളർന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നുമല്ല, ജീവിതത്തിൽ അനുഭവങ്ങൾ വേണം. അങ്ങനെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പം അതെന്നെ എന്താക്കിയെന്ന് വെച്ചാൽ എന്നെ വളരെ സ്ട്രോങ് ആക്കി. ചെറിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ കരയത്തോ വിഷമിക്കത്തോ വീഴത്തോ ഒന്നുമില്ല. അങ്ങനെയുള്ളവരെ ഞാൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മാറാനായിട്ട് എന്നെ ഇങ്ങനത്തെ വാക്കുകളും കാര്യങ്ങളൊക്കെ എന്നെ അങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. സഹായം എന്ന് തന്നെ ഞാൻ പറയും. കാരണം അതുകൊണ്ടാണ് ഞാൻ കുറേ കൂടെ ബോൾഡ് ആയത്, കുറേ കൂടെ സ്ട്രോങ് ആയത്, ജീവിതത്തിന് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടെ പക്വതയോടുകൂടി കാര്യങ്ങൾ കാണാനൊക്കെ ശ്രമിച്ചത്. സോ ആ കാര്യങ്ങളും ആ ഇൻസിഡൻസും കുത്തുവാക്കുകളൊക്കെ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഒരു വലിയ Q&A ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബോറടിപ്പിച്ചോന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു Q&Aൻ്റെ ഇവിടെ വരെ കണ്ട് ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ ബോറടിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് വഴി അറിയിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരുടെയും ചോദ്യത്തിനൊന്നും ഉത്തരം തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ 25,000 ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഈ ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ എത്താൻ എന്നെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദി ഞാൻ പ്രത്യേകം പറയുന്നു. എനിക്ക് ഇങ്ങനെ വാക്കുകളിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എത്രയും പെട്ടെന്ന് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ Q&A ഇതുവരെ കേട്ടിരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്, ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റാ.